ഇന്നലത്തെ തീപിടുത്തത്തിന്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് അറിയാനുണ്ട്. പ്രധാനമായും എത്ര നാശനഷ്ടം സംഭവിച്ചു, തീപിടുത്തത്തിന് കാരണം എന്താണ്, വിദഗ്ധ പരിശോധനകൾ എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, സർക്കാർ നടപടികൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ വിശദമായി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അറിയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് തീപിടുത്തത്തിന്റെ കാരണം അറിയാൻ ഇന്ന് വിദഗ്ധ പരിശോധന നടക്കും എന്നത് തന്നെയാണ്. മേഘ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മേഘ, ഗുഡ് മോർണിംഗ്. നഗരത്തെ നടുക്കിയ ഒരു രാത്രിയാണ് കടന്നു പോകുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് ആ തീ അണച്ചത്. ആർക്കുമൊന്നും സംഭവിച്ചില്ല എന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ഇനി പ്രധാനമായും അറിയേണ്ടത് ആ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള വിഷയങ്ങളാണ്. ഇന്ന് ഏത് തരത്തിലുള്ള പരിശോധനകളാണ് കോഴിക്കോട് നടക്കുന്നത്? മനു, നാടിനെ ഭീതിയിലാഴ്ത്തിയ ഒരു തീപിടുത്തം തന്നെയാണ് കോഴിക്കോട് ഇന്നലെ ഉണ്ടായത്. 5 മണിക്കൂർ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ഏതായാലും ഇന്ന് ഫയർഫോഴ്സ് സംഘം ഇവിടെ സന്ദർശിക്കും. എനിക്ക് പുറകിലായി നിൽക്കുന്ന ഈ കെട്ടിടമാണ് കത്തി നശിച്ചത്. ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഉള്ളത്. ഫയർഫോഴ്സ് സംഘം ഇന്ന് തന്നെ ഇവിടെ പരിശോധന നടത്തി. ഫയർഫോഴ്സ് ജില്ലാ മേധാവിയുടെ പരിശോധന നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്യും. ചീഫ് സെക്രട്ടറി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ കളക്ടർ ഈ ഫയർഫോഴ്സ് മേധാവി നൽകുന്ന റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുക എന്നതാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ തരത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ എന്നത് ഇന്ന് രാവിലത്തെ ആദ്യ ദൃശ്യം കൂടിയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലാണ് നാശനഷ്ടം ഉണ്ടായത് എന്ന്. ഒരു കെട്ടിടം, അതായത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് കയറുന്ന ഭാഗത്തുള്ള കെട്ടിടം പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ്. വലിയ ദുരന്തം, ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് പരിക്കോ അങ്ങനെ ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നു. കോഴിക്കോട് ജില്ലയിലെ മാത്രമല്ല സമീപ ജില്ലകളിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിയാണ് തീ അണച്ചത്. ഈ കെട്ടിടം നിലവിൽ കോർപ്പറേഷൻ കൂടി അന്വേഷണം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ കെട്ടിടം ഏതെങ്കിലും തരത്തിൽ കെട്ടിട നിർമ്മാണ പരിപാലന ചട്ടം ലംഘിച്ചുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പരിശോധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് സ്റ്റാൻഡ് എന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ്. നിരവധി ആളുകൾ ഈ ബസ് യാത്രയ്ക്ക് ഉൾപ്പെടെ ഈ സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം, അതായത് ഈ കത്തി അമർന്ന ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് നിലവിൽ ഈ ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നത്. ഒരു ക്രമീകരണം തന്നെ ഇവിടെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ തീ കത്തിയ ഭാഗം എന്നത് കോഴിക്കോട് ജില്ലയിലെ കൂട്ടാലിട, ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ബസ് പോകുന്ന ഭാഗമാണ്. ഇവിടെ നിലവിൽ ബസ് പാർക്ക് ചെയ്യുന്നില്ല. അതിനു പകരം എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൻ്റെ മറ്റൊരു വശത്തേക്കാണ് നിലവിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് യാത്രക്കാർക്ക് കയറാനുള്ള ഒരു സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിൽ പുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അണയ്ക്കാൻ ഉൾപ്പെടെ ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം 11:30 കൂടിയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. അതിനു പിന്നാലെ മഴയും കൂടി പെയ്തു. അത് വലിയ ആശ്വാസം നൽകുന്നു. പക്ഷേ മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. കാരണം ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് തീ ഉയർന്നത് എന്ന് പറയുന്നു. അതിന് തൊട്ടു മുകളിൽ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ ഗോഡൗണും കൂടെയുണ്ട്. ഇവിടെ നിന്നാണോ തീ ഉയർന്നത് എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നു. അത് വിദഗ്ധമായ പരിശോധന ഫയർഫോഴ്സ് സംഘം പരിശോധിച്ചാൽ മാത്രമേ എവിടെ നിന്നാണ് തീ പടർന്നത്, തീ പടരാനുള്ള കാരണം എന്താണെന്നത് വ്യക്തമാവുകയുള്ളൂ. ഈ തീ പടരുന്ന സമയത്ത് ഈ കെട്ടിടത്തിൽ ജീവനക്കാരുണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെയും കണ്ടെത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ജില്ലാ ഫയർഫോഴ്സ് മേധാവി അല്പസമയത്തിനകം ഈ പ്രദേശം സന്ദർശിക്കും. ആ ഫയർഫോഴ്സ് സംഘം നടത്തുന്ന പരിശോധനയിൽ തന്നെയായിരിക്കും എങ്ങനെയാണ് തീ പടർന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കോടികളുടെ നാശനഷ്ടം ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി എത്ര നാശനഷ്ടം ഉണ്ടായി എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അതായത് കെട്ടിട സമുച്ചയമാണ്, വലിയ തരത്തിൽ തീ ആളിപ്പടർന്നിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ തുറക്കാനുള്ള സമയമാണ്, അതിനൊപ്പം മഴക്കാലം കൂടി വരുന്നു. അങ്ങനെ എല്ലാ തരത്തിൽ
തരത്തിലും കടകൾ സജീവമാകുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായത്. ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്ന സമയം കൂടിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടുതൽ ഈ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും എന്നത് തീർച്ചയാണ്. ഏതായാലും ഫയർഫോഴ്സ് സംഘം നടത്തിയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന തരത്തിൽ ആളുകൾ ഫയർഫോഴ്സ് സംഘം ഇപ്പോഴും ഒരു സൂചന പോലും നൽകുന്നില്ല. അതുകൊണ്ടാണ് എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്ന് അറിയാൻ ഒരു പരിശോധന ആവശ്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഏതായാലും കോഴിക്കോട് വലിയൊരു തീപിടുത്തം കോഴിക്കോട് ജില്ലയ്ക്ക് സമീപത്തെ ജില്ലകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കോഴിക്കോടിന്റെ നഗരഹൃദയമാണ്, എപ്പോഴും ഏറ്റവും ജനത്തിരക്ക് ഉണ്ടാകുന്ന പ്രദേശമാണ്. ഒരുപക്ഷെ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട്, അവധി ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു, ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഇതൊക്കെ കൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ആ രീതിയിൽ എത്രമാത്രം വലിയൊരു പരിശ്രമമാണ് തീയടയ്ക്കാൻ ഫയർഫോഴ്സിന് എടുക്കേണ്ടി വന്നത്, എത്ര യൂണിറ്റുകൾ വരേണ്ടി വന്നു. ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഈ ബിൽഡിങ്ങുകളിലൊക്കെ, പ്രത്യേകിച്ചും നഗരങ്ങളിൽ, തിരക്കുള്ള നഗരങ്ങളിൽ, അത് എല്ലാ സുരക്ഷകളും പാലിച്ചാണോ നിർമ്മിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വിശദമായ ഓഡിറ്റിംഗ് വേണം എന്ന ഒരു സൂചനയല്ലേ ഈ ദുരന്തമൊക്കെ നമ്മുടെ മുൻപിലേക്ക് തരുന്നത്? ഈ അപകടം അല്ലെങ്കിൽ ആൾനാശം ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണെങ്കിൽ പോലും നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു കൃത്യമായ സന്ദേശം നൽകുന്നില്ലേ ഈ തീപിടുത്തം? മനു, അതായത് കോർപ്പറേഷൻ കൃത്യമായ പരിശോധന നടത്തിയിട്ടാണ് ഈ കോർപ്പറേഷൻ പരിധിയിൽ കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത്. ഇവിടെ എന്താണ് ഇത്തരത്തിൽ അനുമതി ഉണ്ടായിരുന്നോ, കെട്ടിട പരിപാലന ചട്ടം ഏതെങ്കിലും തരത്തിൽ ലംഘിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും സമയങ്ങളിൽ മനസ്സിലാകും. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്നത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഈ മുകൾ നിലയിലേക്ക് കയറി പറ്റാൻ സാധിക്കാത്ത തരത്തിലാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഫയർഫോഴ്സ് സംഘം പോലും പറയുന്നത് അതാണ്. കാരണം ഈ രണ്ടാം നില ഉൾപ്പെടെ കത്തുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് ഒരു തരത്തിലും വെള്ളം പോലും എത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഫയർഫോഴ്സ് സംഘം പാടുപെടുന്നുണ്ടായിരുന്നു. കഠിനമായ ശ്രമത്തിൻ്റെ ഒടുവിൽ തന്നെയാണ് ഈ തീ അണയ്ക്കാൻ സാധിച്ചത്. 5 മണിക്കൂറാണ് തീ അണയ്ക്കാൻ എടുത്തത് എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും എത്രത്തോളം ശ്രമകരമായിരുന്നു ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഇന്നത്തെ ഇടപെടൽ എന്നത്. ഈ കെട്ടിടം എന്നത് അതായത് 3 നിലകളിലായുള്ള കെട്ടിടമാണ്. ഇതിൽ രണ്ടാം നിലയിൽ നിന്നാണ്, ഒന്നാം നിലയിൽ നിന്ന് തീ പടർന്ന് മുകളിലേക്ക് എത്തുകയായിരുന്നു. ഈ താഴത്തെ നിലയിൽ വലിയ തരത്തിൽ നമുക്ക് കാണാം, താഴെ നില ഒരു തരത്തിലും കത്തിയ സാഹചര്യമില്ല. ഈ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് തീ ആളിക്കത്തുന്നു. ഈ സമയത്ത് രണ്ടാം നിലയിലേക്ക് തീ അടയ്ക്കാൻ പോലും ഫയർഫോഴ്സിന് എത്താൻ സാധിക്കാത്ത തരത്തിൽ തീ ആളുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സംഘത്തിന് ഇതിന് മുകളിലേക്ക് എത്താൻ സാധിച്ചില്ല, വെള്ളം പോലും എത്തിക്കാൻ സാധിച്ചില്ല. കാരണം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആ രീതിയിൽ തന്നെയായിരുന്നു. താഴത്തെ നിലയാണെങ്കിൽ ഈ ലോട്ടറി കട, അങ്ങനെ ചെറിയ ചെറിയ കടകളാണ് ഏറ്റവും താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത്. അതിന് വലിയ കേടുപാടുകൾ ഒന്നുമില്ല. തൊട്ടടുത്ത് ഉള്ള കെട്ടിടത്തിലേക്ക് തീ പടരുമ്പോൾ, കാരണം ഫാഷൻ ഫാക്ടറി എന്ന വലിയൊരു കെട്ടിടം തൊട്ടടുത്ത്, അതായത് ഈ ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ ഒരു ഘടനയുമാണോ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത്? കോഴിക്കോട് ഈ കെട്ടിടത്തിനോട് ചേർന്ന പല കടകളും അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലൊക്കെ തന്നെയും ആളുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞായറാഴ്ച ആണെങ്കിൽ പോലും തുണിക്കടകൾക്ക് സാധാരണ അവധി ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വാങ്ങാനെത്തിയ ആളുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ തീ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആളുകൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും എല്ലാ തരത്തിലും ഇപ്പോൾ പൂർണ്ണമായും ഒരു പുക പോലും ഇല്ലാത്ത രീതിയിൽ തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. അടിയന്തരമായ ഇടപെടൽ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ശ്രമകരമായിരുന്നു തീർത്തും ഈ തീ അണയ്ക്കുക എന്നത്. ഒരു തരത്തിലും ഇതിനുള്ളിലേക്ക് വെള്ളം പോലും കടന്നു വരാത്ത രീതിയിൽ പല ഇടങ്ങളും മൂടിവെച്ച സാഹചര്യം, അതായത് ഷട്ടർ കൊണ്ട് അടച്ചു വെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ തീ അണച്ചതെന്ന്. കാരണം അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ആ തീക്കുള്ളിലേക്ക് അത് അണയ്ക്കാൻ വേണ്ടി ഇറങ്ങിയത്. അവരുടെ ആ കഷ്ടപ്പാടിനെ അംഗീകരിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഞാനത് പറയാൻ കാരണം, ഇന്നലെ ഈ തീ അണയ്ക്കാൻ വൈകുന്ന സമയത്ത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയധികം സമയമായിട്ടും തീ അണയ്ക്കാൻ വൈകുന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒന്നാമത് കോഴിക്കോട് നഗരം ഈ ഒരുപക്ഷെ ഇത്രയും ഇടുങ്ങിയ രീതിയിൽ ബിൽഡിങ്ങുകൾ അടക്കമുള്ള ഒരു നഗരം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. പഴയ കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഒക്കെ ഇടകല
കത്തിക്കലർന്നു നിൽക്കുന്ന ഒരു നഗരം. അവിടെ ഇത്തരത്തിലൊരു സ്ട്രക്ചറുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. രണ്ടാം നിലയിലേക്ക് ഈ വെള്ളം എത്തിക്കുക എന്നത് തന്നെ ഏറെ ശ്രമകരമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ടാണ് നമ്മുടെ ഫയർഫോഴ്സിന്റെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥർ ആ തീയണയ്ക്കാൻ ഇറങ്ങിയത് എന്ന് നമ്മൾ എല്ലാ നിമിഷത്തിലും ഓർക്കണം. കാരണം അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇന്നലെ കോഴിക്കോട് നഗരം പോകുമായിരുന്നു. പക്ഷേ അതിന് ഇടവരുത്താതെ അവരെ കൊണ്ടാവുന്ന വിധത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ തീ അണയ്ക്കാൻ, അപകടത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ തീപിടുത്തം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഈ ഫയർ സംവിധാനങ്ങൾ വളരെ കൃത്യമായി ഉറപ്പുവരുത്തണം. അതിന് ഒരു അലംഭാവവും വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് വിദഗ്ധമായ പരിശോധന ഇതിൽ നടക്കും. ഏത് രീതിയിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മേഘയുണ്ട് നമ്മളോടൊപ്പം. മേഘ, ഞാൻ പറഞ്ഞത് ഇന്നലെ 5.5 മണിക്കൂറോളം എടുത്തു ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ. ഈ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചറും അതിലൊരു സാഹചര്യവും ഒക്കെയാണോ ദൗത്യം ഇത്രമാത്രം ദുഷ്കരമാക്കിയത്? മനു, അതായത് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കെട്ടിടം ഉള്ളത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ വലിയ തരത്തിൽ തീ അണയ്ക്കാൻ തടസ്സമായി നിന്നു എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതാണ് ഈ കെട്ടിടം. അതായത് ഈ കെട്ടിടം നമുക്ക് കണ്ടാൽ മനസ്സിലാകും 3 നില കെട്ടിടമാണ്. ഇതിൽ 1-ാം നിലയിൽ നിന്നാണ് തീ ആളിക്കത്തിയത്. താഴത്തെ നിലയിലെ കടകൾക്ക് വലിയ തരത്തിലുള്ള കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല. 1ഉം 2ഉം നിലകളാണ് പൂർണ്ണമായും കത്തി അമർന്നത്. ഈ ഫയർഫോഴ്സ് സംഘം പറയുന്ന ഒരു കാര്യം എന്നത് പെട്ടെന്ന് തന്നെ ഇതിന് മുകളിലേക്ക് വെള്ളം പോലും എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയടച്ച നിലയിലാണ് കെട്ടിടം ഉണ്ടായിരുന്നു എന്നതാണ്. ഈ രണ്ടാം നില ആളി കത്തുമ്പോൾ 1-ാം നിലയിൽ തീ അണച്ചുകൊണ്ട് മാത്രം നിൽക്കേണ്ട ഒരു സാഹചര്യം ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു തരത്തിലും ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും സ്റ്റെപ്പിലൂടെയോ ഒന്നും തന്നെയും ഉള്ളിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത രീതിയിൽ പല ഭാഗങ്ങളിലായി കെട്ടിയടച്ച നില ഈ കെട്ടിടത്തിനുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ തീ അണയ്ക്കൽ ദുഷ്കരമാക്കി മാറ്റിയത്. ഏറ്റവും മുകളിലാണ് തീ ആളിപ്പടർന്ന സാഹചര്യം ഉണ്ടായത്. എനിക്ക് ഈ പുറകിലായി നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും ഒരു വലിയ തരത്തിലുള്ള കേടുപാടുകളൊന്നും തന്നെയും താഴത്തെ നിലയ്ക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാണ് 1-ാം നിലയിൽ നിന്നാണ് തീ ആളിപ്പടർന്നത് എന്നത് വ്യക്തമാണ്. 1-ാം നിലയിൽ നിന്നും തീ 2-ാം നിലയിലേക്ക് പടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കോഴിക്കോട് ജില്ലയിലെ, അതായത് ബീച്ച്, വെള്ളിവാട് കുന്ന് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സംഘത്തിന് ഇവിടേക്ക് എത്താൻ സാധിച്ചിരുന്നു. പക്ഷേ അവരെ കൊണ്ട് മാത്രം സാധിക്കുന്നതായിരുന്നില്ല തീയുടെ വ്യാപ്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും പുക കൊണ്ട് മൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊപ്പം പല വാഹനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഇന്നലത്തെ അവസ്ഥയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ മറ്റ് സമീപ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം, കരിപ്പൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഒക്കെ തന്നെയും ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഏതായാലും 13 യൂണിറ്റിലധികം ഫയർഫോഴ്സ് സംഘം എത്തിയതിന് പിന്നാലെയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഒരു സമയത്ത്, അതായത് ഏകദേശം 5 മണിയോടെയാണ് തീ ആളിക്കത്തുന്നത്. അത് ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പലപ്പോഴും തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് പല സമയങ്ങളിൽ സാധിച്ചിരുന്നു. പക്ഷേ ഇത് അവിടെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 9 മണി സമയത്ത് പോലും ഇത് ആളിക്കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് വലിയ ആശങ്കകൾക്ക് ഇടയാക്കി. പക്ഷേ കൃത്യമായ ഇടപെടലിലൂടെ, ഫയർഫോഴ്സ് സംഘത്തിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് 11 മണിയോടുകൂടി തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്തത്. ഏതായാലും ഇന്ന് പരിശോധന ഫയർഫോഴ്സ് ജില്ലാ മേധാവി ഇവിടെ പരിശോധന നടത്തും. കൃത്യമായി എന്താണ് തീപിടുത്തത്തിലുള്ള കാരണം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പല ആക്ഷേപങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ ഫയർഫോഴ്സ് സംഘം പെട്ടെന്ന് എത്തിയില്ല എന്ന തരത്തിൽ പല ആക്ഷേപം പല കോണുകളിൽ ആളുകൾ രാഷ്ട്രീയ താല്പര്യം വെച്ചൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ കൃത്യമായ കാരണം. ഈ തീ പിടിച്ച കെട്ടിടത്തിലേക്ക് പെട്ടെന്ന് ഫയർഫോഴ്സ് സംഘത്തിന് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു കെട്ടിടത്തിൻ്റെ നിർമ്മാണം എന്നത് വ്യക്തമാണ്. മനുവിന് പഴയകാല ചരിത്രങ്ങളൊക്കെ തന്നെയും പരിശോധിച്ചാൽ മനസ്സിലാവും. കോഴിക്കോട് മിഠായിത്തെരുവിൽ ഉൾപ്പെടെ പല സമയങ്ങളിലായി പലതരത്തിൽ തീപിടുത്തം ഉണ്ടാവുകയും വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ തന്നെയും പോയ സാഹചര്യമുണ്ട്.
അപ്പോഴൊക്കെ തന്നെയും കൃത്യമായി ജില്ലാ ഭരണകൂടം കോർപ്പറേഷൻ ഉൾപ്പെടെ ഈ കടകൾക്ക് കൃത്യമായി പാലിക്കേണ്ട നിബന്ധനകൾ വെച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ സ്ഥാപിക്കണം, ഫയർഫോഴ്സ് ഉൾപ്പെടെ ക്ലാസ് നൽകുന്നു, കൃത്യമായി ഓരോ കെട്ടിടവും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും പരിശോധിക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അടിയന്തരമായ ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടത്. ഏതായാലും ആ അന്വേഷണമൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന് പിന്നാലെ ഈ തീ പിടിച്ചത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധന കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ പഴയ സ്ഥിതിയിലേക്ക് ഈ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് മാറണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടി വരും. കാരണം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോടികളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കലിക്ക ടെക്സ്റ്റൈൽസ് ആണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ആ കടയുടമയൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. കാരണം ഇത് വലിയ അവരെ ബിസിനസ്സിനെ ഉൾപ്പെടെ വലിയ തരത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അവർ ഏത് രീതിയിലാണ് അവരുടെ പ്രതികരണം പോലും നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. പ്രതികരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ ആണ് എന്നാണ് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും വരും സമയങ്ങളിൽ ഏത് തരത്തിലാണ് കൃത്യമായ കണക്ക്, നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനു, തീർച്ചയായും അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മേഘ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അവിടെ ബസ് സ്റ്റാൻഡാണല്ലോ, ബസ്സുകളെല്ലാം പാർക്ക് ചെയ്തിടം കൂടിയാണല്ലോ, വിവിധ മേഖലകളിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി ആശ്രയിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ഇന്ന് ഏത് രീതിയിലാണ്? ഏതെങ്കിലും തരത്തിലുള്ള നിബന്ധനകളോ നിയന്ത്രണങ്ങളോ മറ്റോ സ്റ്റാൻഡിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മനു, സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തെ ഇപ്പോൾ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. പക്ഷേ വലിയ തരത്തിൽ ഈ ട്രാഫിക് വന്നാൽ, ഈ ബസ്സുകൾ കൂട്ടത്തോടെ വന്നാൽ, കാരണം ഈ ഭാഗത്ത് ഈ ബാലുശ്ശേരി കൂട്ടാലിട ബസ്സുകൾ നിർത്തിയിടുന്ന ഈ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. ആ ഭാഗത്തെ ബസ്സുകളെ മറ്റൊരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മറ്റ് ഈ കുറ്റ്യാടി ബസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുറ്റ്യാടി, ഉള്ളിയേരി, കൊയിലാണ്ടി, കണ്ണൂർ, തലശ്ശേരി ബസ്സുകളൊക്കെ തന്നെയും പഴയ പോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് വലിയ തടസ്സം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ബസ്സുകൾ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലുശ്ശേരി ബസ്സുകൾ ഇവിടെ നിലവിൽ പാർക്ക് ചെയ്യുന്നില്ല. അവർക്ക് മറ്റൊരു സ്ഥലം നൽകിയിട്ടുണ്ട്. സ്റ്റാൻഡിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം സ്റ്റാൻഡിൽ വന്നാൽ ഏത് ബസ്സും കിട്ടും. പക്ഷേ സ്ഥലങ്ങളിൽ, സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറിയ മാറ്റമുണ്ട്. അത് ഈ ബാലുശ്ശേരി കൂട്ടാലിട ബസ്സുകളുടെ കാര്യത്തിൽ മാത്രമാണ്. കുറ്റ്യാടി, കൊയിലാണ്ടി, തലശ്ശേരി, കണ്ണൂർ ബസ്സുകളൊക്കെ തന്നെയും ഏത് രീതിയിലാണോ മുൻപേ ഉണ്ടായിരുന്നത് അതേ രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ഈ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അത് ഈ അടുത്ത്, അതായത് ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ഈ ക്ലീനിങ് ഉൾപ്പെടെ പൂർത്തിയായാൽ അത് നടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യാത്രക്കാർ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. സ്റ്റാൻഡ് പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ചെറിയ ക്രമീകരണങ്ങൾ മാത്രം നിലവിൽ വരുത്തിയിട്ടുണ്ട്. മനു, അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ മേഘ പറഞ്ഞതുപോലെ ഒന്ന് പ്രധാനമായും സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന സീസണാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ യൂണിഫോമുകളടക്കം, ഇതൊരു ഹോൾസെയിൽ കട കൂടിയാണല്ലോ, വലിയ രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഈ സ്റ്റെയർ കേസുകളിൽ പോലും, നമ്മൾ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ, ഹോൾസെയിൽ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ കാണാറുള്ളതാണ്, ഈ സ്റ്റെയർ കേസുകളുടെ സൈഡുകളിൽ പോലും തുണിക്കെട്ടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരുന്നത്. ഒരു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം ഈ തീ ഇങ്ങനെ അമിതമായി ആളിപ്പടർന്നു പോയതല്ലേ? അത്തരത്തിലൊരു നിഗമനം ഇന്നലെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു കേട്ടിരുന്നു. മനു, ഇവിടുത്തെ സംഭവം എന്നത് ഇത് ഗോഡൌണിനാണ് തീ പിടിച്ചത്. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം ഗോഡൌണിൻ്റെ ഒരു സാഹചര്യം എന്നത് ഏത് രീതിയിലാണ് എന്ന്. തുണിക്കടകളിൽ പ്രത്യേകിച്ച് സാധനങ്ങൾ കൂട്ടിയിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തുണി ഷോപ്പ് ആണെങ്കിൽ പോലും അത്തരത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെ പുറത്ത്, അതായത് ആളുകൾ നടക്കുന്ന ഭാഗത്തൊന്നും തുണി ഉണ്ടായിരുന്നില്ല. കാരണം ആ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഒരു ഇടുങ്ങിയ കെട്ടിടമാണ്. അവിടെ ഒരു തുണി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വെച്ചാൽ ആളുകൾ കാണുന്ന സാഹചര്യം പോലുമല്ല. അതുകൊണ്ട് പക്ഷേ ഗോഡൌണിന് തീപിടിച്ചു. അതിന് തൊട്ടടുത്ത് ഈ മെഡിക്കൽ ഷോപ്പാണ്. മെഡിക്കൽ ഷോപ്പിൻ്റെ ഗോഡൌൺ ഉണ്ട്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകളാണ്, അത് പൊട്ടിത്തെറിയിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയൊക്കെ തന്നെ വലിയ തരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി തന്നെ നമുക്ക് അതിൽ നിന്ന്, അതായത് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കാതെ നമുക്ക് പോവാൻ സാധിച്ചത്. ഇപ്പോൾ ഇവിടെ മേയർ ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. ഇന്നലെ തീപിടുത്തം ഉണ്ടായ ആ സമയം മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഇവിടെ ബീന ഫിലിപ്പ് മാഡം ഇവിടെ ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ
പ്രതികരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്ക് പ്രതികരണം ആരായാം. കാരണം ഇന്നലത്തെ ഈ സംഭവത്തിന് ശേഷം ആദ്യമായാണ് മേയർ ഇവിടെ എത്തുന്നത്. മേയർ ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെയും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ ഇന്നലെ രാത്രി മുതലുണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. കോർപ്പറേഷൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒരു വഴിക്ക് നടക്കുന്നു. എന്താണ് കോർപ്പറേഷൻ്റെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ അതിനൊപ്പം ഫയർഫോഴ്സ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിന് ശേഷം മേയർ നമ്മളോട് പ്രതികരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായ മുതൽ തന്നെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു. മുസാഫിർ അഹമ്മദ് എല്ലാം കൃത്യമായി നേതൃത്വം നൽകിക്കൊണ്ടാണ് തീ അണയ്ക്കാൻ നേതൃത്വം നൽകിയിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ തന്നെ കോഴിക്കോട് മേയർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ നിലവിലെ സാഹചര്യം എന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കൂടിയായിരിക്കും മേയർ ഇവിടെ വന്നത്. ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആ സമയം തന്നെ ഇടപെട്ട സാഹചര്യമുണ്ട്. കൃത്യമായി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നതുൾപ്പെടെ വരും സമയങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വിശദീകരിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായാലും ഈ തീ കെടുത്തിയതിന് ശേഷം ഇത് ആദ്യം കൂടി മേയർ വരുന്നു എന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കൂടിയാണ്. പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ മേയറുടെ പ്രതികരണം നമ്മളെ കൃത്യമായി ആരായുകയും ചെയ്യും. കാരണം എന്താണ് കോർപ്പറേഷൻ്റെ വരും സമയങ്ങളിലെ നടപടി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മനു.